സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ മുക്കുബണ്ടം പണയപ്പെടുത്തി പണം തട്ടിയെന്ന പരാതിയിൽ ഇടുക്കി അടിമാലിയിൽ ഒരാൾ അറസ്റ്റിലായി. ഇരുമ്പുപാലത്ത് പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിലാണ് പ്രതി തട്ടിപ്പ് നടത്തിയത്. അടിമാലി വാളറ ഒഴുവുത്തടം സ്വദേശി അഖിലിനെയാണ് മുക്കുബണ്ടം പണയപ്പെടുത്തി പണം തട്ടിയെന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ അടിമാലി പോലീസ് അറസ്റ്റ് ചെയ്തത്. 2 തവണകളായിട്ടാണ് ഇരുമ്പുപാലത്ത് പ്രവർത്തിക്കുന്ന ധനകാര്യ സ്ഥാപനത്തിൽ പ്രതി തട്ടിപ്പ് നടത്തി 1,90,000 രൂപയോളം കൈക്കലാക്കിയത്. 1 പവൻ വീതം വരുന്ന 6 വളകൾ ജനുവരി ഫെബ്രുവരി മാസങ്ങളിലായി പ്രതി പണയപ്പെടുത്തിയതായാണ് പോലീസ് നൽകുന്ന വിവരം. മാർച്ച് മാസത്തിൽ സ്ഥാപനത്തിൽ നടന്ന പരിശോധനയിലാണ് തട്ടിപ്പ് വിവരം തിരിച്ചറിയുന്നത്. ഉടൻ സ്ഥാപനാധികൃതർ പ്രതിയുമായി ബന്ധപ്പെട്ടു. പണം തിരികെ നൽകാമെന്ന് പ്രതി അറിയിച്ചെങ്കിലും പിന്നീട് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുകയാണ് ഉണ്ടായതെന്ന് സ്ഥാപന അധികൃതർ അറിയിച്ചതായി പോലീസ് പറഞ്ഞു. ഇതോടെ സ്ഥാപന അധികൃതർ പോലീസിൽ പരാതി നൽകി. മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ നിന്നും പ്രതി നേരിമംഗലം മേഖലയിലുണ്ടെന്ന വിവരം ലഭിക്കുകയും ഇവിടെ നിന്നും പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയുമായിരുന്നു. പ്രതിക്ക് വ്യാജ ഉരുപ്പടികൾ നിർമ്മിച്ച് നൽകിയ ആളെ സംബന്ധിച്ചും പോലീസ് അന്വേഷണം നടത്തുന്നതായാണ് വിവരം. എസ്ഐമാരായ അഭിരാം, അബ്ബാസ്, നൌഷാദ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി. തൃശൂർ അതിരപ്പള്ളി വാൽപ്പാറയിൽ കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ തോട്ടം തൊഴിലാളിയായ യുവാവ് മരിച്ചു. തമിഴ്നാട് വാൽപ്പാറ സ്വദേശി 48 വയസ്സുള്ള അരുണാണ് മരിച്ചത്. മുരുകാളി എസ്റ്റേറ്റിൽ 4-ാം നമ്പർ ഫീൽഡിൽ ജോലിക്കെത്തിയ സമയത്തായിരുന്നു ആക്രമണം. തേയിലയ്ക്ക് മരുന്നടിക്കുന്നതിനിടെ കാട്ടുപോത്ത് ആക്രമിക്കുകയായിരുന്നു. തേയിലത്തോട്ടത്തിൽ മറഞ്ഞിരുന്ന കാട്ടുപോത്ത് പുറകിൽ നിന്നാണ് അരുണിനെ ആക്രമിച്ചത്. വയറിൽ കുത്തേറ്റ അരുണിനെ